നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ടാം കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കട്ടിളപ്പാളിയിലെ സ്വർണ്ണം മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് റാന്നി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പോറ്റിയെ SIT കസ്റ്റഡിയിൽ വിട്ടു നൽകും. ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ പാളി കടത്തിയ കേസിൽ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. കട്ടിള കടത്തി സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇപ്പോഴാണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സംശയ നിഴലിലുള്ള കൽപേഷ്, വാസുദേവൻ, ഗോവർദ്ധൻ, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ശബരിമലയിൽ നിന്നും നഷ്ടമായ സ്വർണം ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് SIT നിഗമനം. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മൊഴി നൽകിയിരിക്കുകയാണ് ജ്വല്ലറി വ്യവസായി ഗോവർദ്ധൻ. ശബരിമലയിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി 15 ലക്ഷം രൂപയ്ക്ക് ഗോവർദ്ധന് വിറ്റതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. ശബരിമലയുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 70 ലക്ഷം രൂപയോളം വാങ്ങിയതായും ഗോവർദ്ധൻ മൊഴിയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. സ്വർണത്തെ ചെമ്പാക്കിയതിൽ സുധീഷിന് പങ്കുണ്ടെന്നും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുമുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ഈ അറസ്റ്റ്. പലതവണയായി 70 ലക്ഷത്തോളം രൂപ വാങ്ങിയതായാണ് സ്വർണ്ണ വ്യാപാരിയായി ഗോവർദ്ധൻ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം ഈ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ വെച്ച് ഉരുക്കിയ ശേഷം ബാക്കി വന്ന 476 ഗ്രാം ഗോവർദ്ധന് വിറ്റിരുന്നു. ഈ സ്വർണം അന്വേഷണ സംഘം ബെല്ലാരിയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ശബരിമല മേൽശാന്തിയുടെ സഹായി എന്ന് പറഞ്ഞാണ് ഗോവർദ്ധനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധം സ്ഥാപിച്ചത്. ഗോവർദ്ധൻ അടക്കമുള്ളവർ ശബരിമല ദർശനത്തിനെത്തുമ്പോൾ എല്ലാ സൗകര്യവും പോറ്റി ഏർപ്പാടാക്കിയിരുന്നു. 10 വർഷമായി പോറ്റിയുമായി ബന്ധമുണ്ടെന്നും ഗോവർദ്ധൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. കേസിലെ പ്രതികളായ മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരെയും ഉടൻ ചോദ്യം ചെയ്യും. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീ, തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജു എന്നിവരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. 2019 ബോർഡ് തീരുമാനം മറികടന്ന് ശില്പപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ഉത്തരവിട്ടത് S ജയശ്രീയാണ്. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജു ശില്പപാളികൾ ഇളക്കുന്ന സമയത്ത് സ്ഥലത്തെത്തി മേൽനോട്ടം വഹിച്ചില്ല. ശബരിമലയിൽ സഹായ വേഷത്തിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടുകൊണ്ടുപോയത് ശ്രീകോവിലെ സ്വർണ്ണ കട്ടിള പാളി വരെയാണ്. എന്നിട്ടും പഠിക്കുന്നില്ല. ഇത്തരം അവതാരങ്ങളെ ഇനി പടികയറ്റാതിരിക്കാനുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നീക്കവും വെട്ടി. മേൽശാന്തിമാർ സ്വന്തം നിലയിൽ കീഴ്ശാന്തിമാരെ കൊണ്ടുവരുന്നത് തുടരുവാനാണ് നീക്കം. ദേവസ്വം സെക്രട്ടറി S ബിന്ദു വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പോറ്റി ഇങ്ങനെ കയറിപ്പറ്റിയാണ് ശബരിമലയെ കച്ചവടമാക്കിയതും. ഇത് ആവർത്തിക്കാതിരിക്കാൻ ബോർഡിന്റെ അമ്പലങ്ങളിൽ നിന്ന് കീഴ്ശാന്തിമാരെ നിയോഗിക്കണമെന്നായിരുന്നു പ്രസിഡന്റ് PS പ്രശാന്തിന്റെ നിർദ്ദേശം. ഇതാണ് ചവറ്റുകുട്ടയിലിട്ടതും. വൃശ്ചികം 1 മുതൽ എത്തുന്ന സഹായികളുടെ യോഗ്യതാ പത്രങ്ങളും വിശദാംശവും കിട്ടുന്ന മുറയ്ക്ക് സമർപ്പിക്കാമെന്നാണ് സത്യവാങ്മൂലം. ഇവരുടെ യോഗ്യതയും പോലീസ് ക്ലിയറൻസും പരിശോധിക്കേണ്ടത് ദേവസ്വം കമ്മീഷണറാണ്. സ്വർണ്ണക്കൊള്ളയെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിൽ ശാന്തിമാരുടെ നിയമനവും യോഗ്യതാ പരിശോധനയും സംബന്ധിച്ച വിശദാംശങ്ങൾ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇത് പ്രകാരമാണ് സത്യവാങ്മൂലം സെക്രട്ടറി ബിന്ദു വിരമിച്ച വെള്ളിയാഴ്ചയാണ് സമർപ്പിച്ചത്. പ്രസിഡന്റിന്റെ നിർദ്ദേശം നടപ്പായാൽ ദേവസ്വത്തിലെ ശാന്തിക്കാരായ അബ്രാഹ്മണർ നിയമിക്കപ്പെടാം. ഇവർ ശ്രീകോവിലിൽ കയറുന്നത് ഒഴിവാക്കാൻ കൂടിയാണ് ചില മേലാളന്മാരുടെ പ്രേരണയ്ക്ക് വഴങ്ങി ഇത്തരമൊരു സത്യവാങ്മൂലം സമർപ്പിച്ചതെന്നാണ് സൂചന. മേൽശാന്തിമാർ കൊണ്ടുപോകുന്നവർക്ക് നേരത്തെ കൃത്യമായ പരിശോധന ഉണ്ടായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ കയറിപ്പറ്റിയ പരികർമ്മികളിൽ പലരും പതിറ്റാണ്ടുകളായി സന്നിധാനത്ത് തുടരുന്നുണ്ട്. മണ്ഡലകാലത്ത് മേൽശാന്തിക്ക് 24 സഹായികളെയും മാസപൂജയ്ക്ക് 18 പേരെ നിയോഗിക്കാം. മാളികപ്പുറം മേൽശാന്തിക്ക് 9 പേരെ നിയോഗിക്കാം. 450 രൂപയാണ് ഇവർക്ക് ദിവസ പ്രതിഫലം. ചടങ്ങുകളിൽ സഹായിക്കലും നിവേദ്യം വയ്പും വിളക്കും പാത്രങ്ങൾ കഴുകലും ചുമതലയാണ്. സന്നിധാനത്തെ പൂജകളിൽ ജ്ഞാനമുള്ളവരെ പുതുതായി വരുന്ന മേൽശാന്തിക്ക് നിലനിർത്താം. പുറപ്പെടാ ശാന്തിയായതിനാൽ സേവനകാലത്ത് സഹായിയെ വയ്ക്കാം. മാസം 10,000 രൂപയാണ് ശമ്പളം. പകുതി പേരെയെങ്കിലും ദേവസ്വത്തിൽ നിന്ന് നിയമിക്കുവാനായിരുന്നു ആലോചനയും.